അടിസ്ഥാനപരമായ വസ്തുത നിലനിൽക്കുമ്പോഴാണ് ഈ ഈ മേഖലാ സമ്മേളനം ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. അന്ന് ആ തെരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിച്ച പ്രിയപ്പെട്ട MR മുരളി, ആ MR മുരളിയുടെ ഷെറ് സഹിക്കവയ്യാതെ ഉളകം കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണ് ഞങ്ങൾ ഈ സമ്മേളനം നടത്തുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം അക്കാലത്ത് ഞങ്ങൾക്ക് ബദലാകാൻ വേണ്ടി വന്ന, ഞങ്ങളെ ഇരുത്തേണ്ടിടത്ത് ഇരുത്താൻ വേണ്ടി വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ചാരുന്ന കൂണി നരകത്തിലേക്കുള്ള കൂണിയാണ് എന്ന് വരെ പറഞ്ഞുകൊണ്ട് മുക്കറ പൊട്ടിച്ച് പ്രസംഗിച്ച് നടന്ന രാഷ്ട്രീയ പാർട്ടികൾ, ആ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ ശ്മശാന ഭൂമിയിൽ മീസാൻ കല്ലുകളായി മാറിയ സമയത്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. ഞങ്ങൾക്ക് ചരിത്രമുണ്ട്, പാലക്കാട് ജില്ലയിൽ ചരിത്രമുണ്ട്, കേരളത്തിൽ ചരിത്രമുണ്ട്, ഇന്ത്യയിൽ ചരിത്രമുണ്ട്. 6 പതിറ്റാണ്ട് കാലം മുമ്പ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ, ന്യൂനപക്ഷങ്ങളുടെ, പിന്നോക്ക ജനവിഭാഗങ്ങളുടെ, അധസ്ഥിതരുടെ, മർദ്ദിതരുടെ ഉന്നതിക്ക് വേണ്ടി രൂപം കൊണ്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നായകൻ ഖായിദുൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അദ്ദേഹം ആദ്യമായി കേരളത്തിലേക്ക് ഇറങ്ങി വന്ന് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തത് പാലക്കാട് ജില്ലയിലാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അനൽപമായ സന്തോഷമുണ്ട്. അദ്ദേഹം ഉയർത്തിയ പതാക പാലക്കാട് ജില്ലയിലാണ്, പുതുനഗരത്താണ് എന്ന് പറയുമ്പോഴും ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ആ പാലക്കാട് ജില്ലയിൽ അന്ന് ഞങ്ങൾ തുടങ്ങിയ ജൈത്രയാത്ര, ആ ജൈത്രയാത്രയെ ഇല്ലാതെയാക്കാൻ വേണ്ടി ഓരോ മഴയത്തും പൊന്തുന്ന തകരകൾ ഞങ്ങൾ നാമാവിശേഷമാക്കിയേ അടങ്ങൂ എന്ന് പ്രതിജ്ഞമായി രംഗത്ത് വന്ന് അവർ നടത്തിയ പ്രസംഗങ്ങളൊക്കെ പാലക്കാട് ജില്ലയിലെ ജനങ്ങൾ കേട്ടതാണ് എന്നവർ മാറ്റി പറയുന്നതും പാലക്കാട്ടെ ജനങ്ങൾ കേൾക്കുന്നതാണ്. ഈ രാജ്യത്ത് മുസ്ലിം ലീഗ് വെക്കുന്ന രാഷ്ട്രീയത്തെ മറികടക്കുന്ന ഒരു രാഷ്ട്രീയമായി തല്ലിന് തല്ല്, കുത്തിന് കുത്ത്, ചോരക്ക് ചോര, ഏറിന് ഏറ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച ആളുകൾ. അതിന്റെ മുമ്പ് നിങ്ങളുടെ ഒക്കെ കൈ കറുത്ത മഷി പുരണ്ട കൈയാണ്, എന്റെ കൈ കറുത്ത മഷി പുരളാത്ത കൈയാണ്, ഞാൻ ജീവിതത്തിൽ വോട്ട് ചെയ്തിട്ടില്ല എന്ന പ്രസംഗം ഞങ്ങൾ കേട്ടത് ഈ പാലക്കാട് ജില്ലയിലാണ്. ആ പ്രാസംഗികൻ പിന്നീട് ഇറങ്ങി വന്ന് പറയുന്നത് എസ് ശിവരാമന് വോട്ട് നൽകാനാണ്. ആ എസ് ശിവരാമൻ ഇന്ന് അവരോട് യാത്ര പറഞ്ഞ് മറുകണ്ഠത്ത് നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അന്നും ഇന്നും ഞങ്ങൾ പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഈ രാജ്യത്തിന്റെ മതേതരത്വം തകർക്കാൻ, മതസൗഹാർദ്ദം തകർക്കാൻ, മതസഹിഷ്ണുത തകർക്കാൻ, മതമൈത്രി തകർക്കാൻ ആര് എന്ത് ശ്രമം നടത്തിയാലും ശരി, അത് ചെറുത്ത് തോൽപ്പിക്കുന്നതിന്റെ പേരിൽ എന്ത് നഷ്ടപ്പെട്ടാലും ശരി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതേതരത്വത്തിന് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടി, മതമൈത്രിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന് ഞങ്ങളുടെ നേതാക്കന്മാർ അന്ന് പറഞ്ഞ മുദ്രാവാക്യത്തിൽ പുഷ്പിക്കുന്ന ഉദാഹരണങ്ങളാണ് ഈ കാണുന്ന ജനസൈന്യം എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ അഭിമാനമുണ്ട്. ഞാൻ നീട്ടുന്നില്ല. പാലക്കാട് ജില്ലയിൽ ഇന്ന് ഞങ്ങൾ ഒരു മഹാശക്തിയാണ്, ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. ഇതൊരു ജില്ലയുടെ സമ്മേളനം അല്ല. ഞങ്ങൾ ഇതിന് വലിയ ഒരു ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണവും നൽകിയിട്ടില്ല. ഇവിടെ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലുള്ള, തൃത്താല മണ്ഡലത്തിലുള്ള, ഒറ്റപ്പാലം മണ്ഡലത്തിലെ 3 പഞ്ചായത്തിൽ നിന്നുള്ള, ഷർണൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധി സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഒരു ഞങ്ങളുടെ മഹാനായ നേതാവിന് നൽകുന്ന ഒരു വരവേൽപ്പ് സമ്മേളനമാണ് ഈ നടക്കുന്നത്. ഇതുകൊണ്ടൊക്കെ മനസ്സിലാകുന്നത് ജനം ഉറ്റുനോക്കുന്ന, ന്യൂനപക്ഷങ്ങൾ ഉറ്റുനോക്കുന്ന, മർദ്ദിതർ മതന്യൂനപക്ഷങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് വിളിച്ചറിയിക്കുന്ന പ്രൗഢോജ്വലമായ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ നീട്ടുന്നില്ല, ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട മഹാരഥന്മാരായ നേതാക്കന്മാർ, മഹാനായ ഖായിദുൽ 48 മാർച്ച് 10 മുസ്ലിം ലീഗ് രൂപീകരിച്ച് ആദ്യമായി കടന്നുവന്ന് പുതുനഗരത്ത് മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്തി മഹാനായ ഖായിദുൽ നടത്തിയ പ്രൗഢോജ്വലമായ പ്രസംഗം. ആ പ്രസംഗം തന്നെയാണ്
ഖായിദുൽ സയ്യിദ് റഹ്മാൻ ബാഫഖി തങ്ങൾ ഈ രാജ്യത്ത് അദ്ദേഹം മരിക്കുന്നത് വരെ നടത്തിയത്. അതുപോലെ തന്നെ മഹാനായ പാലക്കാട് PMSI പൂക്കോയ തങ്ങൾ മരണം വരെ ആ പ്രസംഗമാണ് നടത്തിയത്. അവസാനമായി 37 കൊല്ലം ഞങ്ങളെ നയിച്ച ഞങ്ങളുടെ ഹൃദയമാകുന്ന മാണിക്ക കൊട്ടാരത്തിൽ എന്നും ജീവിക്കുന്ന മഹാനായ ശിഹാബ് തങ്ങൾ, ആ ശിഹാബ് തങ്ങൾ മരണം വരെ ഈ രാജ്യത്ത് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ പ്രമേയം, ആ പ്രമേയത്തിന് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി, ആ പ്രമേയത്തിന് പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞങ്ങളെ നയിക്കുന്ന മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിനെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നേതാവിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി, ആ നേതാവിന്റെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തന രൂപരേഖയാണ് ഞങ്ങളുടെ പ്രതിനിധി സമ്മേളനം ഇന്ന് രൂപം നൽകിയിട്ടുള്ളത്. ഞാൻ നീട്ടുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കി ഞങ്ങൾക്ക് ഈ രാജ്യത്തെ നല്ലവരായ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്, പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക്, വർദ്ധിത മത ന്യൂനപക്ഷത്തിന്, അവഗണിക്കപ്പെട്ടവർക്ക് ഏക ആശ്രയമായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിനെ പൂർവോപരി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതിന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന, ഞങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി വളരെ നേരത്തെ പട്ടാമ്പിയിലെത്തിയിട്ടുള്ള മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല. ഞങ്ങൾക്കുള്ള ആകെയുള്ള പ്ലസ് പോയിന്റ് പാണക്കാട് കുടുംബമാണ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട തങ്ങൾ, ആ തങ്ങളുടെ ജ്യേഷ്ഠൻ മഹാനായ ശിഹാബ് തങ്ങൾ, ആ ശിഹാബ് തങ്ങളുടെ പിതാവ് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ. അവിടെ നിന്ന് അങ്ങോട്ട് 39ാമത്തെ പിതാവിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ആ പിതാവിന്റെ പേരാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം കൂടിയാണ് ആ മാസം. ഇങ്ങനെയുള്ള ഒരു നേതൃഗുണം, ഇങ്ങനെയുള്ള ഒരു നേതൃ പരമ്പര പറയാൻ ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കില്ല എന്ന് പറയാൻ ഞങ്ങൾ അഹങ്കാരത്തോടു കൂടിയല്ല ആ പദം ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ട നേതാവിനെ പട്ടാമ്പി മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി, ഈ സംഘാടക സമിതിക്ക് വേണ്ടി, ഇവിടെ കൂടിയ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നേരത്തെ തന്നെ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്ത, പാർട്ടി പരിപാടി വിശദീകരിച്ച സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട KNA ഖാദർ സാഹിബ്, അദ്ദേഹത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. പ്രിയപ്പെട്ട ഖാദർ സാഹിബിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ മുൻ പ്രസിഡന്റ്, ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് കല്ലടി മുഹമ്മദ് സാഹിബ്. പ്രിയപ്പെട്ട കല്ലടി മുഹമ്മദ് സാഹിബിനെ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ പ്രസംഗിച്ചു പോയ പ്രിയപ്പെട്ട അബ്ദുൽ സമദ് സമദാനി, അതുപോലെ ഞങ്ങളുടെ അഭിമന്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പ്രിയപ്പെട്ട PV അബ്ദുൽ വഹാബ് MP, KPA മജീദ് സാഹിബ്, അവരൊക്കെ ഞങ്ങളുടെ നേരത്തെ നടന്ന സെഷനിൽ പ്രസംഗിച്ചു പോയതാണ്. അവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി എത്തുന്ന പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട KM ഷാജി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഷാജിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ മുസ്ലിം ലീഗിലെ ഒരുപാട് കാലത്തെ, അരനൂറ്റാണ്ട്